ഹായ് ഫ്രണ്ട്സ്, ജോസ്കാൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ വീട്ടിലൊക്കെ കറിക്കൊക്കെ മേടിക്കാൻ നമ്മൾ കോഴിമുട്ടയൊക്കെ മേടിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ തൊണ്ടുകളൊക്കെ നമ്മൾ വലിച്ചെറിഞ്ഞ് കളയാതെ ഞാൻ ഏകദേശം ഒരു 2 വർഷത്തോളം കൂട്ടി വെച്ച കോഴിമുട്ട തൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത് പൊടിച്ച് ഒരു വളമാക്കണ ഒരു പ്രക്രിയയാണ് ഈ കാണിക്കാൻ പോണത്. അതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇതാണ് കേട്ടോ മുട്ടക്കൊണ്ടൊക്കെ ഉണക്കി സൂക്ഷിച്ച് വെച്ചേക്കണേ കേട്ടോ. അപ്പോൾ ഇത് മിക്സിയിൽ പൊടിച്ച് വളമാക്കി നമ്മൾ എടുക്കാൻ പോയത് കണ്ട. ഇങ്ങനെ ഈ മുട്ടക്കൊണ്ടൊക്കെ നമ്മൾ നമ്മുടെ മിക്സർ ചെറിയ ജാറിലേക്ക് പൊടിക്കേണ്ടത്. ഇത് നമ്മൾ നമ്മുടെ കൈ കൊണ്ടാണ് ഇങ്ങനെ എല്ലാം പൊടിച്ചൊന്ന് ചെറുതാക്കി കുഞ്ഞു കുഞ്ഞു പീസാക്കി കഴിഞ്ഞ ശേഷം ആ ജാറിലിട്ട് നമ്മൾ ഇത് പൊടിക്കുന്നതായിരിക്കും കേട്ടോ. ആദ്യത്തെ ലെയർ നമ്മൾ പൊടിച്ച് കഴിഞ്ഞിട്ടാ കണ്ട, നല്ല മൈദമാവ് പോലൊക്കെ ഇരിപ്പുണ്ട് കണ്ട. ഇതെല്ലാം ഞാനിങ്ങനെ പൊടിക്കും കേട്ടോ. ഇതെല്ലാം പൊടിച്ച് നമ്മൾ പച്ചക്കറിക്കൊക്കെ വളമിട്ട് എടുക്കും. കണ്ട, ഏകദേശം കണ്ട ഈ മുറം നിറച്ചുണ്ടായിരുന്നാണ്. ഇതിനെ നമ്മളിത് ചെറിയ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ഇവിടെ ഇങ്ങനെ ഞെരിക്ക് ഒടിച്ചിട്ടേക്ക് കേട്ടോ. ഇങ്ങോട്ട് ഇത്ര വേണ്ട, ഇത്രയും മതി. ഇതണ്ട നമ്മുടെ മുട്ടത്തൊണ്ടൊക്കെ നമ്മൾ പൊടിച്ച് കഴിഞ്ഞിട്ടാ. കണ്ട, ഈ ഒരു മുറം നിറച്ച് മുട്ടത്തൊണ്ടുണ്ടായിരുന്നു. അത് പൊടിച്ച് വന്നപ്പോൾ അതെ ഇത്ര ഉള്ളൂ, ഒരു 2 കിലോത്തോളം ഉണ്ട് കേട്ടോ. കണ്ട, ഞാൻ വളക്കടയിൽ നിന്ന് ചാണാപ്പൊടിയൊക്കെ മേടിക്കുമ്പോൾ ഉണ്ടല്ലോ, അവിടെ മുട്ടത്തൊണ്ട് ഇങ്ങനെ അതിൻ്റെ പൊടിച്ചത് പൊടി കൊടുക്കാൻ കിട്ടാറുണ്ട്. പക്ഷെ ഞാൻ ചോദിച്ചിട്ടില്ല, അതിൻ്റെ റേറ്റ് എത്രയൊന്നും ചോദിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ പച്ചക്കറി കൃഷിക്കൊക്കെ ഇനിയിപ്പോൾ അതിൻ്റെ വളം കൊടുക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇത് ഗ്യാപ്പിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്ന് എൻ്റെ വീഡിയോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എല്ലാവരും ഹെൽപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഇത്ര നേരം വീഡിയോ ഉണ്ടെന്ന് എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയാം കേട്ടോ.